വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലോ എൻട്രൻസ് ക്ലീ 2024 5-year LLBയുടെയും 3-year LLBയുടെയും എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു. ആൻസർ കീ വന്നു. ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടൈം ആയിരുന്നു ഇന്നലെ വരെയും. അപ്പം നിങ്ങൾ ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാനുള്ളവർ കമ്മ്യൂണിറ്റി റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡിഫക്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ സിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നോർമലി നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ ആപ്ലിക്കബിൾ ആയി കിട്ടുള്ളൂ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് റിസർവേഷൻ ഇല്ലാതാകുമെന്നേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് അവിടെ ഉണ്ടാവും, വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കില്ല. ചേച്ചി എനിക്ക് കറക്റ്റ് ടൈമിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, മാം എനിക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ആ റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്നുള്ളൂ. നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്ക് വരുന്നതായിരിക്കും. ഇനി എല്ലാവരുടെയും ഡൗട്ട് ഇന്നലെ വരെ ആയിരുന്നു നമുക്ക് ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനായിട്ടുള്ള ടൈം. അപ്പം എന്തുകൊണ്ട് വരുന്നില്ല, റിസൾട്ട് എന്താ വരാത്തത്, എന്ത് റിസൾട്ട് വരാത്തത്? അപ്പം ഇന്നലെ തൊട്ടുള്ള എൻ്റെ മെസ്സേജും കോളും എല്ലാവരും ചോദിക്കുന്ന ഇതാണ്, ചേച്ചി എപ്പോൾ റിസൾട്ട് വരും, മാം എപ്പോഴാണ് റിസൾട്ട് തന്നെ? 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് വരുമോ? 4 മണി വരെയല്ലേ ടൈം ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനായിട്ട്? അപ്പോൾ നമുക്ക് 5 മണി ടു 6 മണി വരാല്ലേ, 8 മണിക്ക് വരുമോ, 9 മണിക്ക് വരുമോ? ഇങ്ങനെ സമയം സഹിതം ഓരോരുത്തരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഇത് തന്നെയാണ് എല്ലാവരുടെയും മെസ്സേജും കോളും ഒക്കെ. എപ്പോഴാണ് റിസൾട്ട് തന്നെ. അപ്പം റിസൾട്ട് എപ്പോൾ വരുമെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ഒന്നും പറയാറില്ല. 5 മണിക്ക് വരും, 6 മണിക്ക് വരും, അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ നിങ്ങൾ ഈ ഓരോ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കരുത്. സിയുടെ വെബ്സൈറ്റിൽ പറയുന്നതാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. സോ ബാക്കി എവിടെയെങ്കിലും സൈറ്റിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ ത്രൂ ആണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ക്ലീ റിസൾട്ട് എന്ന് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തമ്പനയിലൊക്കെ ക്ലീ 2024 റിസൾട്ട് പബ്ലിഷ്ഡ് എന്നായിരിക്കും. അപ്പോൾ അവരാ കൊടുത്തിരിക്കുന്ന തമ്പനയിൽ റാങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓരോരുത്തരുടെ റാങ്ക്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് 2023 അപ്പോൾ 2023 റാങ്കിൻ്റെ ഒരു കട്ട് ഓഫ് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നതാകാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അങ്ങനെ പല വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ടാകാം. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നോക്കുക. അപ്പം ce.kerala.gov.in വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നോക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്നും പറഞ്ഞ്. ഇപ്പം ആൻസർ കീ പ്രൊവിഷണൽ പബ്ലിഷ്ഡ് എന്നല്ലേ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതെവിടെ റെഡിൽ കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതല്ലാതെ നിങ്ങൾ നോക്കുന്ന സൈറ്റിലോ ബാക്കി ഇൻഫോർമേഷൻസോ ഒന്നും കറക്റ്റ് അല്ല. സോ അപ്പോൾ നിങ്ങൾ സിയുടെ വെബ്സൈറ്റിൽ വരുന്ന ഇൻഫോർമേഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. ഞാൻ പറഞ്ഞു കറക്റ്റ് ഡേറ്റ് നമ്മളോട് ഇങ്ങനെ പറയാറില്ല, ഇന്ന ദിവസം വരും അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരും എന്നൊന്നും. പിന്നെ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 2023 ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനായിട്ടുള്ള ടൈം 23 തീയതി വരെയായിരുന്നു, ഓഗസ്റ്റ് 23 വരെയായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം റിസൾട്ട് വന്നില്ല, സെപ്റ്റംബർ 2 കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത്. അപ്പോൾ സെപ്റ്റംബർ 2 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നേ. ഓഗസ്റ്റ് 23 കഴിഞ്ഞ് വീണ്ടും 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നേ. സോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വരണമെന്നില്ല. അപ്പം നിങ്ങൾ ഇന്ന് എന്തുകൊണ്ട് റിസൾട്ട് വന്നില്ല, എന്താ വരാത്തത് എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഉറക്കമില്ലാതെ ആരും ഈ പറയുന്ന സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കേണ്ട. റിസൾട്ട് വരുമ്പോൾ വരട്ടെ. നിങ്ങളുടെ കൊടുക്കാനുള്ള എഫോർട്ടൊക്കെ കൊടുത്തു, നിങ്ങൾ പരീക്ഷ എഴുതി, ബാക്കി റിസൾട്ട് വരുമ്പോൾ നോക്കാം. അത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. സോ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും അവരവരുടേതായ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനമായിട്ടിരിക്കുക. റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ടെൻഷൻസൊക്കെ. റിസൾട്ട് എന്തുകൊണ്ട് വന്നില്ല, എപ്പോൾ വരും, അതെന്താ ഇന്ന് വരാത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയുടെ വെബ്സൈറ്റ് വഴിയായിട്ടാണ് റിസൾട്ട് വരുന്നത്. നിങ്ങൾ അതിലൂടെ നോക്കുക. ഞാൻ എന്തായാലും റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒത്തിരി കോളും മെസ്സേജും ഒക്കെ എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത്. റിസൾട്ട് വന്നിട്ടില്ല, വരുമ്പോൾ എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.